What? ഇന്നലെ വെറുതെ ഒന്ന് കലണ്ടർ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നാളെ ജൂൺ 1 കാര്യവും ഞാൻ ഇതുവരെ ഒന്നും സെറ്റാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ കലണ്ടർ നോക്കിയിട്ട് നാളെ ജൂൺ 1 അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല. കാരണം നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വരെ ഒന്നും എനിക്ക് ചെയ്തിട്ടില്ല. നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്ക് ടു സ്കൂൾ പോയിട്ട് സ്കൂൾ തുറന്നു. സോ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലാവാം. ഇപ്പോൾ പോകുന്നത് ഒന്ന് സ്റ്റേപ്ലറിൻ്റെ പിന്നും വാങ്ങി പിന്നീട് സൈഡ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ച് പ്രിൻറ്റ്സ് എടുക്കാണ്ടായിരുന്നു. സൈഡ് ബിസിനസ് തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കച്ചവടം കിട്ടി. ആൻഡ് ഓൾസോ ഇത് ലാസ്റ്റ്ലി കുറച്ച് ഓർഡേഴ്സാണ്. സോ അതും കൂടെ പ്ലേസ് ചെയ്തു. വീട്ടിലെത്തിയപ്പോഴുള്ള വീടിൻ്റെ അവസ്ഥയായിരുന്നു ഇത്. അത്യാവശ്യം എല്ലാ വീടുകളിലും ഈ ജൂൺ 1 മുമ്പ്, അതായത് മെയ് 31 ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇനി എൻ്റെ പണിയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതേപോലെ സൈഡിലിരുന്നിട്ട് ബുക്സിനെ സ്റ്റേപ്പിൾ ചെയ്യാം. ഇത് അത്യാവശ്യം ഒരു നല്ലൊരു പണിയാണ്. കാരണം ഇതെൻ്റെ മാത്രമല്ല എനിക്ക് ചെയ്യാനുള്ളത്, എൻ്റെ അനിയത്തിൻ്റെയും കൂടി ചെയ്യാനുണ്ട്. ബൈ ദ വേ ഇതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അവസാനമായിരുന്നു ഞാൻ അവൾക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ചെടുക്കുന്നുണ്ടായത്. ഞാൻ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിട്ടില്ല. സോ ഇതാണ് അവൾക്ക് ചെയ്തു കൊടുത്ത നെയിം സ്ലിപ്പ്. നല്ല രസത്തിലെല്ലാം പട കാണാനായിട്ട്. അതിനുശേഷം എൻ്റെ നല്ല പിൻട്രസ്റ്റി ആയിട്ടുള്ള പൗച്ച് ഞാൻ കാണിച്ചത്. ഇത് പിൻട്രസ്റ്റി ആണോ അല്ലയോ നിങ്ങൾ വരാട്ടോ. എനിവേ എൻ്റേത് കണ്ടപ്പം അവൾക്കും അതുപോലത്തെ വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ തന്നെ രണ്ടാളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ അറേഞ്ച് ചെയ്യലായിരുന്നു നെക്സ്റ്റ് പണി. ഇതേപോലെ എല്ലാം പാടെ എടുത്ത് വന്നപ്പോൾ നല്ലൊരു പിങ്ക് മയമായി. അല്ലാണ്ട് ഞാൻ നോക്കി അങ്ങോട്ട് എടുത്തൊന്നുമല്ല കേട്ടോ. അതൊക്കെ ചെയ്ത് അതെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അയൺ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. യൂണിഫോം എൻ്റെ മാത്രമല്ല, എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ രണ്ടാളും കൂടിയിട്ട് അയൺ ചെയ്യണം. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങളുടെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ ഓക്കെ.